അവൻ വന്നോ? വന്നു. യാത്രയെല്ലാം സുഖമായിരുന്നോടാ? സുഖമായിരുന്നു. സോറി, ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ അമ്മാവൻ. ഇവരൊക്കെ ഇത് മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ അമ്മ. സുരേഷ് കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനാണ്. ഓഹോ, ഒരു ജോലി നേടി മദ്രാസിൽ വന്നതാണ്. ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. നീ ഇപ്പൊ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് പ്രൊമോഷൻ കിട്ടിയത്. തൽക്കാലം ഇവര് നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ. ആയിക്കോട്ടെ. ഇത്രയും വലിയ വീട്ടിൽ ഞാനും എന്റെ മോളും ഇവനും മാത്രമേ. തന്നെയല്ല, എന്റെ മോൾക്ക് സതീഷിന്റെ അമ്മ അല്ല സുരേഷിന്റെ അമ്മ ഒരു കൂട്ടുപോയല്ലോ. മോള് പഠിക്കുകയാണ്? അതെ, പഠിക്കുകയാണ്. അവളെ 10ാം ക്ലാസ്സിലെത്തിയപ്പോ അവിടെ ഒന്ന് വീണു. അവിടെ ഒരു 3 വർഷം ഇരുന്നു. ഇനി അവൾ അച്ഛൻ പറയുകയാണെങ്കിൽ ഇനി ഒരു 3 വർഷം ഇരിക്കും. അല്ലല്ല, എനിക്ക് പനി വന്നിട്ടാ. അതെ, കേട്ടോന്നേ, ഇവൾക്ക് പരീക്ഷ സമയത്ത് ഒരു പനി വരും. പരീക്ഷ കഴിഞ്ഞാ പനി മാറും. അതാണ് പരീക്ഷാ പനി. അത് ഇവൾക്ക് മാത്രമല്ല, ഇവളുടെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും കാണും. നന്നായിപ്പോയി, പിള്ളച്ചേട്ടന് നഷ്ടമൊന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞുകൂടാ, നീ എന്റെ മുറപ്പെണ്ണല്ലേ. മോളെ, ഇവർക്ക് മുറിയൊക്കെ ഒന്ന് കാണിച്ചു. ശരി. എടാ, ഇന്ന് ചാർജ് എടുക്കേണ്ട ദിവസമല്ലേ? വേഗം കുളിച്ച് റെഡിയാകാം. ഞാൻ ഇത്രയും വേഗം താമസിക്കാൻ ഒരിടം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കാത്തതാണ് മോനെ ജീവിതത്തിൽ നടക്കുന്നത് പലതും. അതിന്റെ പേരാണ് വിധി. വിധി. അമ്മാവ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അമ്മാവൻ അനുഗ്രഹിക്കണേ. എന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ സുരേഷിന്റെ ജോലിക്കാര്യം അതെല്ലാം ഞാൻ ഏറ്റു. രാഹുകാലത്തിന് മുമ്പേ പോയി ചാർജ് എടുക്കുക. ഓക്കെ. പോയിട്ട് വരാമേ. മോനെ, പുതിയ സ്ഥലമാ, സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി. സുരേഷ് എങ്ങോട്ടാ? 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. ജോലിക്കാര്യത്തെ പറ്റി ഞാൻ അവർക്ക് എഴുതിയിരുന്നു. ഓഹോ, ഏത് തരം ജോലിയാണ് സുരേഷിന് ഇഷ്ടം? അഭിമാനം വിൽക്കേണ്ടി വരാത്ത ഏത് ജോലിയും ഞാൻ ചെയ്യും. അപ്പൊ ജോലി കിട്ടാൻ പ്രയാസമില്ല. എന്റെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് വാ. വർക്ക്ഷോപ്പിൽ ഒരു ജോലി തരണമെന്നാണ് മഹേശ്വരന്റെ ഓർഡർ. ശരി. മോളെ, വരൂ. അല്ല, താനിത്ര നേരത്തെ ഇങ്ങെത്തിയോ? എങ്ങനെ ഇരുന്നു കുളിച്ചു പോയാൽ? കേരളത്തിൽ പോയപ്പോ തണ്ണി അടിച്ച് നല്ല ഫിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? താനെന്താടോ നത്തുപോലെ കുത്തിയിരിക്കുന്നേ? തന്റെ വായിലെന്താ കൈവണ്ടി കയറിപ്പോയോ? തനിക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? അതറിഞ്ഞൂടെ? നമ്മൾ ഒരുമിച്ചല്ലേ സർവീസ് കയറിയത്? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. 18 വർഷം. ഇത്ര വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും ഒരു എസ്ഐയോട് ഒരു പോലീസുകാരൻ എങ്ങനെ പെരുമാറണം എന്ന് തനിക്ക് അറിഞ്ഞുകൂടല്ലേ? இந்த மாதிரி ரெஸ்பெக்ட் இல்லாம ஒரு எஸ்ஐ கிட்ட பழகலாமே. സോറി സാർ, മன்னிச்சிடுங்கோ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനും താനും ഒരുമിച്ച്. മറുപടിയും അന്ത പേച്ച് വന്നാച്ചാ? താനോ? അല്ല സാർ. കോൺസ്റ്റബിൾ. യെസ് സാർ. ആ റൗഡി നഞ്ചയ്യെ രാഹുകാലത്തിന് മുമ്പ് ഇവിടെ ഹാജരാക്കൂ. ഒരു കാരണവുമില്ലാതെയോ? കാരണമില്ലെന്നോ? ഞാൻ ഹെഡായിരിക്കുന്ന കാലത്ത്
അവൻ എന്നെ പുല്ല് പോലെയാണ് കരുതിയിരുന്നത്. ഓ യെസ് സർ. ഹലോ, യെസ്, SI മഹേശ്വരൻ പിള്ള സ്പീക്കിംഗ്. സാർ സാർ, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നു സാർ. അയ്യോ എൻ്റെ അമ്മോ. മേ കമ്മിങ് സാർ. Come in. How are you, Mr. Maheswaran? ഫൈൻ. ப்ரமோஷன் கிடைச்ச உடனே உங்களுக்கு ஒரு கேஸ் கொடுக்கலாம்னு பாக்குறேன். താങ്ക് യു സാർ. அது என்ன தெரியுமோ, നോ സാർ. சிட்டில ஃபாரின் காருடைய பார்ட்ஸ் எல்லாம் திருட்டு போறதா கம்ப்ளைண்ட் வந்திருக்கு. സാർ இது வரைக்கும் 8 முதலாளிகள் கம்ப்ளைண்ட் பண்ணிருக்காங்க. இத பாருங்க, സാർ. இந்த ஃபைல் எல்லாம் இருக்கு. ப்ளீஸ் கோ ஆன். ശരി മോനെ. மோனா, வாட் இஸ் இட்? സോറി സാർ, നാക്ക് ഉളുക്കി പോയതാണ്. நான் குளிக்கி. ഉളുക്കി പോയതാ. Yes, I will see. Over. Come on. മനോഹർ, ഈ വാടാ. ഇതെല്ലാം എടുത്ത് എല്ലാവർക്കും കൊടുക്കും. ആ ചാക്കെടുക്കും. Hello, sweetie. Hi. Hello, darling. What a wonderful sight. കണ്ടോളൂ. Hello. Are you angry? Don't be angry, dear. I want to kiss you. I am waiting there. Okay? ഇതിന് ചേഞ്ച് വാങ്ങിട്ട് വാ. എല്ലാം ₹1 കോയിൻ. ഓക്കെ? എടാ, നീ ചാലഞ്ച് ആയിട്ട് എന്താ അവൾ വരാത്തത്? കണ്ടോടാ, വരും.
ഏതെങ്കിലും ഹോട്ടലിലേക്ക്